പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ലോകവ്യാപകമായിട്ട് പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. 1972 വർഷത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം 1973 ജൂൺ 5 തൊട്ട് ആണ് നമ്മൾ ലോകമാകമാനം പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 ആചരിച്ച് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 53 വർഷങ്ങളായി നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഈ 53 വർഷമായിട്ടും നമ്മുടെ ഭൂമിയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ടാണോ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പരിശോധന ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പ്രവർത്തനങ്ങൾ വലിയ ഗുണകരമായിട്ടുള്ള രീതിയിലല്ല വന്നിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഭൂമി വലിയ വലിയ വെല്ലുവിളികളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രപരമായിട്ടും ഒക്കെ നമ്മളെ ടെക്നോളജിപരമായിട്ടും ഒക്കെ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയാലും നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള മണ്ണ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഭൂമിയും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ പരിസ്ഥിതിയുമാണ്. ഇതിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ഒരു ടെക്നോളജിയും നമ്മുടെ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ എത്രമാത്രം നമ്മുടെ മുന്നോട്ട് പോയാൽ പോലും നമ്മുടെ കാൽക്കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു 2026 ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണ് ഈ വർഷത്തെ തീം? നമ്മുടെ പ്രകൃതിയിൽ നിന്നും പ്രചോദനം കൊള്ളുക, നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി എന്നുള്ളതാണ്. നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ അത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും പ്രചോദനം കൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാം. നൗ ഫോർ ക്ലൈമറ്റ് എന്നാണ്, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാം. ഇതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ വിഷയമെന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇത്രമാത്രം ആണ് നമ്മുടെ ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് നിങ്ങൾക്കറിയാം. വലിയ രീതിയിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികൾ, നമ്മളെ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥ വ്യതിയാനം, ഈ ഒരു തൊട്ട് മുമ്പിൽ നടന്ന വേനൽ നമുക്കറിയാം, വേനലിനുണ്ടായിരുന്ന ചൂട് ഒക്കെ നമ്മുടെ മുന്നിൽ മറഞ്ഞു പോയിട്ടില്ല, ഇപ്പോഴും നമ്മുടെ അതിൻ്റെ ഓർമ്മയിലാണ് ഉള്ളത്. അപ്പോൾ ഓരോ വേനൽക്കാലവും നമുക്ക് ഇപ്പോൾ ദുരിതങ്ങൾ തരികയാണ്, ഓരോ മഴക്കാലവും നമുക്ക് ദുരിതങ്ങൾ തരികയാണ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ മുന്നിലേക്ക് അനുഭവവേദ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെയാണ് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ജൈവ വൈവിധ്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവിവർഗവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സസ്യവർഗവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അതിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, കാടുകൾ ഇല്ലാതാകുന്നൊരവസ്ഥ. ഒപ്പം തന്നെയാണ് നമ്മുടെ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ വില്ലനായിട്ട്, നമ്മുടെ തലമുറയുടെ വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്, അതിനെ പരമാവധി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ധാരാളം കെമിക്കൽ മലിനീകരണവും ഈ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു അവബോധവും, ഒപ്പം തന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ നടുന്ന തൈകൾ എല്ലാം തന്നെ നാളെ വൻ വൃക്ഷങ്ങളായിട്ട് മാറട്ടെ, അല്ലാതെ അടുത്ത വർഷം വീണ്ടും അതേ കുഴിയിലേക്ക് നമ്മൾ നടുന്ന തൈകളാകാതെ മാറട്ടെ. നടുന്ന ഓരോ മരവും പരിചരണത്തോടൊപ്പം വലുതായി കാണാനുള്ള അതിൻ്റെ പിറകിൽ നിൽക്കാനുള്ള ഒരു മനോഭാവം കൂടി എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു.